ഹായ് ഹലോ നമസ്കാരം. സോൾ ഓഫ് അടുക്കളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. എന്താണെന്നല്ലേ, ചിക്കൻ അച്ചാറാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ പെട്ടെന്ന് ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനൊരു 1.5 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഈ നമ്മുടെ പൊടികളെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാൻ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മസാല. ഇനി നമ്മുടെ ഈ മസാലയിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മസാലയും ചിക്കനൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. നന്നായിട്ട് ഇതാ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ മാറ്റി വയ്ക്കാം കേട്ടോ. മസാല ഒന്ന് പിടിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ചട്ടി വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ചിക്കൻ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായാലും മുതിർന്നവർക്കായാലും കുറച്ച് ദിവസം കേടാവാതിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഈസി ആയിട്ട് ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഒന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഇതുപോലെ എണ്ണയില്ലാതെ ഒന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ നെടുകെ പൊളിച്ച വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ മസാലയുള്ള വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ നല്ലത്. ഇനി നമുക്ക് ഒരു 50 ഗ്രാം ഇഞ്ചി കൂടി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കനം കുറച്ചിട്ടാണ് കേട്ടോ ഇഞ്ചി അരിയുന്നത്. രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ഒരു മിനിറ്റെങ്കിലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി വരണം. കരിയാതെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഫ്രൈ ചെയ്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കളറൊന്ന് മാറി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ, നല്ലൊരു മണം വരും. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഈ ആവശ്യത്തിന് മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട്. നന്നായിട്ട് പൊടികളൊന്ന് മൂത്ത് വരട്ടെ, ആ പച്ചമണമൊക്കെ ഒന്ന് പോയി വരണം. മുളക് പൊടിയും പച്ചമുളകും ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കായമാണ് കേട്ടോ. പൊടി ആയാലും കുഴപ്പമില്ല, ഞാൻ പൊടിയില്ലാത്തത് കൊണ്ട് കായം ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെളുത്തുള്ളിയിലും ഇഞ്ചിയിലേക്കൊക്കെ ആ കായത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങട്ടെ. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം നല്ലൊരു മണം വരും, അതാണ് അതിൻ്റെ ഒരു പരിമളം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 150 മില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അച്ചാറിന് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ വിനീഗറും വെളുത്തുള്ളും ഇഞ്ചിയും ഒക്കെ ആ ചിക്കനിലേക്ക് മസാലയായിട്ട് പിടിക്കുന്ന വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നമുക്കിനി കുറച്ച് ഗ്രേവി ആയിട്ട് വേണം അച്ചാറെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ മാത്രമല്ല ഓയിലും നല്ലെണ്ണയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. എന്താ പറയുക, ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കറിക്ക് പകരമൊക്കെ ചേർത്ത് കഴിക്കാം കേട്ടോ. ചോറിൻ്റെ ഒപ്പം ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.